ഹലോ ഗായ്സ്, ഞാനെന്താ ഈ പാത്രത്തിൽ മഞ്ഞളൊക്കെ പിടിച്ച് നിൽക്കുന്നതല്ല. പറഞ്ഞു തരാം. ആദ്യം നമുക്ക് 2 ഇല്ലി മുരിങ്ങൻ്റെ ഇല എടുക്കാം. കാര്യമൊന്നുമല്ല, ഈ കക്ഷിക്ക് ഇപ്പോൾ 2 ദിവസമായിട്ട് ഒരു പനി മാതിരി ഉണ്ട്. അപ്പോൾ ഒരു മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കോഴികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്നാൽ, തൂക്കാണെങ്കിലും പനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഈ മരുന്നാണ് പെട്ടെന്ന് ഉണ്ടാക്കൽ. ഇത് കുടിച്ചാൽ തന്നെ കോഴികൾക്ക് നല്ല ഒരു എനർജി, അങ്ങനെ ഉന്മേഷങ്ങളൊക്കെ കിട്ടും. അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മഞ്ഞൾ ഭയങ്കര വിറ്റാമിനുള്ള സംഭവമാണ്. പിന്നെ മുരിങ്ങൻ്റെ ഇല വെച്ച് കൊടുക്കൽ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ. മുരിങ്ങൻ്റെ ഇല വെച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മഞ്ഞളിൻ്റെ വെള്ളം കലക്കിയിട്ടാണ് കൊടുക്കാറുള്ളത്. ഇത് എല്ലാ കോഴിക്കളും ഇത് അധികം കുടിക്കണമെന്നില്ല. കാരണം അത്രയ്ക്ക് ചിലവർക്കൊന്നും അതത്ര ഒരു ഇഷ്ടം ഉണ്ടാവില്ല. ചിലർ നല്ലോണം കുടിക്കും. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലൊക്കെ ആക്കിയിട്ടാണ് കൊടുക്കൽ. ഇപ്പം ഞാൻ ഇഞ്ചക്ഷനിലാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇഞ്ചക്ഷനിൽ മഞ്ഞൾ വെള്ളം കയറ്റി വന്നപ്പോൾ മറ്റാൾ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ അതിനെ കണ്ടെത്തി പിടിക്കാൻ പോയപ്പോൾ അത് ചെടീൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഓടിപ്പോയി ഗൈസ്. എന്നിട്ട് അതിനെ എങ്ങനെയൊക്കെയോ ഒന്ന് പിടിച്ചു. രക്ഷപ്പെട്ടു. ഇനി ഞാൻ അങ്ങോട്ടുള്ളതിനൊരു ബീജം ഇട്ടുതരാം ഗൈസ്. Check it out, yo. Rock. I break it down. Yeah. I check it out, yo. Rock. I bring the beat back. Come on. Just come and dance with me. Rock. Check it out, yeah. കാടിറങ്ങി ഓടി വരുമൊരു മൂകനായ കാട്ടുകടുവയെ വേട്ടയാടി ഇതുവഴിവാ. അമ്പു കൊണ്ടു കൊമ്പ് കുതിരണ വമ്പറുത്തു മാറ്റിയെറിയണ തമ്പുരാന്റെ തന്ത്രമൊരുഞ്ഞൊടിതാ. വേതാളക്കഥയറിയാം, പാതാളച്ചുഴിയറിയാം, വില്ലാളിക്കളിയറിയാം, വില്ലാളിപ്പട്ടണിയാം. ആരച്ചാലായാലും ആകാശം കാണൂല, അങ്ങാടി ചെന്നാലും അമ്മുമ്മെ കാണൂല. പിന്നെ ഗായ്സ്, ഞാൻ അതിനെ പിടിക്കാൻ പോയപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോലും വരുന്നില്ല. അത് പേടിച്ച് മണ്ടുണ്ട് ഗായ്സ്. ഇനി അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.